അടുത്തൊരു ചോദ്യമാണ്, വൈ പ്രൊക്യൂർമെൻറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡിസിഷൻ മേക്കർ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓർ പ്രൊക്യൂർമെൻറ്റ്. അതിന് ഒറ്റ കാര്യമുള്ളൂ. അതായത് നമ്മൾ വെയർ ഹൗസ് വന്ന് നമ്മളൊരു PR പർച്ചേസ് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊക്യൂർമെൻറ്റിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അവരാണ് ഡിസൈഡ് ചെയ്യുക വേർ ടു ബൈ, ഹൗ ടു ബൈ, വാട്ട് ടു ബൈ എന്നുള്ള ഡിസിഷൻസൊക്കെ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവ് എടുക്കാൻ വേണ്ടി 3 to 4 കൊട്ടേഷൻസ്, മിനിമം 3 കൊട്ടേഷൻസ് വേണം. ഈ കൊട്ടേഷൻസ് എടുത്തതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം, പ്രൈസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ പ്രൊക്യൂർ ചെയ്ത മെറ്റീരിയൽ വെയർ ഹൗസിൽ എത്തിക്കുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റി അവരെയാണ്. അതുവരെയുള്ള ഡിസിഷൻ മേക്കിംഗ് അവരാണ് എടുക്കുന്നത്, പ്രൊക്യൂർമെൻറ്റ് അല്ലേ. നമ്മൾ ഒരു 1000 കാർട്ടൺസ് നമ്മുടെ വെയർ ഹൗസിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്റ്റോക്ക് നോക്കിയിട്ട് പ്രൊക്യൂർമെൻറ്റിന് അത്രയ്ക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, കാരണം അത് വേസ്റ്റേജിലേക്ക് പോകും. അപ്പോൾ അതുവരെയുള്ള ഡിസിഷൻ പോലും എടുക്കാനുള്ള ഒരു പവർ പ്രൊക്യൂർമെൻറ്റിന് ഉണ്ട്. അതുകൊണ്ടാണ് പ്രൊക്യൂർമെൻറ്റ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്, കാരണം അവരാണ് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ആക്ഷൻ ടു ബി ടേക്കൺ ബൈ എ പ്രൊക്യൂർമെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് ഒരു പ്രൊക്യൂർമെൻറ്റിൽ ഇരിക്കുന്ന ഒരു പ്രൊക്യൂർമെൻറ്റ് മാനേജോ റെപ്രസെൻറ്റേറ്റീവ്സോ എടുക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ആക്ച്വലി, ലൈക്ക് അല്ലേ. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിസൈഡ് ചെയ്യണത് എവിടെ നിന്ന് വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ. അപ്പോൾ ഒരു പർച്ചേസ് റിക്വസ്റ്റ് വെയർ ഹൗസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള സപ്ലയേഴ്സിനെ അപ്രോച്ച് ചെയ്യും. വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ആണോ അല്ലെങ്കിൽ ലോക്കലാണോ ഉള്ള സപ്ലയേഴ്സിനെ അവർ അപ്രോച്ച് ചെയ്യും. അവിടെ നിന്ന് കൊട്ടേഷൻസ് വരുത്തി മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്ത് പ്രൈസ് ഇവാലുവേറ്റ് ചെയ്ത് ആ മെറ്റീരിയൽ വെയർ ഹൗസിൽ എത്തിക്കുന്ന ജോലി അവരെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിന് വേണ്ടി അവർക്ക് ഉണ്ടാവുന്ന ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോക്കൽ മാർക്കറ്റിനെ കുറിച്ചും ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചും ഒരുപാട് നോളജ് ഉണ്ടായിരിക്കണം അല്ലേ. അത് ഒന്നല്ല 10, 20, 30 സപ്ലൈസുമായിട്ടുള്ള റിലേഷൻസ് അവർക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇമ്മീഡിയറ്റ് ബേസിസിൽ നമുക്ക് മെറ്റീരിയൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൈസ് ഇവാലുവേഷൻസ്, നമ്മൾ അവരുമായിട്ട് സപ്ലൈസുമായിട്ട് വില പേശി ഒരു പ്രൈസ് ഇവാലുവേഷനിലെത്തി, അത് വേണം മാനേജ്മെൻറ്റിന്. അപ്പോൾ ഒരു ക്വിക്ക് ആക്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്.